എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇപ്പം നിലവില് ഗോൾഡിലുള്ള ഈ ഒരു ബുൾ മാർക്കറ്റ് അതൊരു ടോപ്പിലാണ്, അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്തിയതിന് ശേഷം ഗോൾഡിന്റെ പ്രൈസ് ഇൻ കേസ് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും അത് ബിറ്റ്കോയിന്റെ പ്രൈസ് വളരെ വൈകാതെ തന്നെ വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ഒരു മാർക്കറ്റ് സിനാരിയോ 2019, 2020, അതായത് 2021 ആ ഒരു വലിയൊരു ബുൾ മാർക്കറ്റിന്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു 1 ഇയർ ഉണ്ട്. ആ ഒരു 1 ഇയറിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും നടക്കുന്ന സിമിലർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2019, 2020 നടന്ന അതേ കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതേ ഒരു പ്രൈസ് ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബുൾ മാർക്കറ്റിന്റെ ബിഗിനിങ് സ്റ്റേജിലാണ് എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ട്വീറ്റിൽ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്വീറ്റിൽ നമ്മൾ ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ട്വീറ്റിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഈ ഒരു ട്വീറ്റിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്ത ആളുകൾക്കാണ് ഈ ഒരു സിമ്പിൾ ആയിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ഒരു ട്വീറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും ഒരു സേഫ് ഹാവൻസ് ആണ്, ഒരു സ്റ്റോർ ഓഫ് വാല്യൂസ് ആണ്. സോ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ഗോൾഡ് മുകളിലോട്ട് പോയിട്ടുണ്ടോ അതിനോടൊപ്പം തന്നെ ബിറ്റ്കോയിനും വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നുണ്ട്. ഒരു സർട്ടൻ പീരീഡിൽ മാത്രം, അതായത് എക്കണോമിയിൽ വളരെ വലിയ രീതിയിലുള്ള മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ഉള്ള സമയത്ത്, ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു റിസ്ക് ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യം ഒരു സേഫ് ഹാവൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത് ഗോൾഡാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഷോർട്ട് പീരീഡിൽ മാത്രം ഗോൾഡ് വളരെ വലിയ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ ആണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും ഔട്ട് പെർഫോം ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം ഒന്ന് കലങ്ങി തെളിയുമ്പോൾ, അല്ലെങ്കിൽ റിസ്ക് കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ, അൺസർട്ടനിറ്റി കുറയുമ്പോൾ ഗോൾഡിന്റെ പ്രൈസ് ഒരു ടോപ്പിൽ എത്തിയതിനു ശേഷം താഴോട്ട് വരുന്ന സമയത്താണ് ആക്ച്വലി ബിറ്റ്കോയിന്റെ വളരെ വലിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തുടങ്ങുന്നത്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ 2019, 20, അതായത് 2021 ബുൾ മാർക്കറ്റിന് തൊട്ട് മുന്നേ ഉള്ള ഒരു 1 ഇയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 2019 ജൂൺ മാസം മുതൽക്ക് 2020 ഓഗസ്റ്റ് മാസം വരെ 15 മാസം ബിറ്റ്കോയിന്റെ പ്രൈസ് ഗോൾഡിന്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ പെർഫോം ചെയ്യാണ്, അല്ലെ? അതായത് ഗോൾഡിന്റെ പ്രൈസ് 2019 ജൂൺ മാസം മുതൽക്ക് 2020 ഓഗസ്റ്റ് വരെ 51% മുകളിലോട്ട് പോയപ്പോൾ ബിറ്റ്കോയിന്റെ പ്രൈസ് വെറും 36% മുകളിലോട്ട് പോയിട്ടുള്ളൂ. അതായത് 15 മാസം ഗോൾഡിന്റെ പ്രൈസ് വളരെ ശക്തമായിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു 15 മാസം ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു മാസങ്ങളായിരുന്നു. അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അങ്ങനെ ഗോൾഡിന്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോവുകയും ഓഗസ്റ്റ് 2020 ഒരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഏകദേശം ഒരു $2000 ടച്ച് ചെയ്തതിന് ശേഷം താഴോട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ബിറ്റ്കോയിന്റെ പ്രൈസ് വളരെ ശക്തമായിട്ട് മുകളിലോട്ട് പോകാൻ തുടങ്ങിയത്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഓഗസ്റ്റ് 2020 ഗോൾഡിന്റെ പ്രൈസ് ഒരു ടോപ്പിലെത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഗോൾഡിന്റെ പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വിത്തിൻ 1 മന്തിന്റെ ഉള്ളിൽ തന്നെ ബിറ്റ്കോയിന്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങുകയും അടുത്ത 8 മാസത്തിന്റെ ഉള്ളിൽ ബിറ്റ്കോയിന്റെ പ്രൈസ് 460% ആണ് മുകളിലോട്ട് പോയത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും ഒരു ബെയർ മാർക്കറ്റിലൂടെ പോവുകയും എക്സാക്ട്ലി 2022 ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമിലാണ് ഒരു ബെയർ മാർക്കറ്റിലെ ഒരു ബോട്ടം ലെവലിലോട്ട് എത്തുന്നത്. ഇപ്പോൾ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 2022 ഒരു ലോവസ്റ്റ് പോയിന്റിലോട്ട് എത്തുന്നത്. ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിൽ 2020 നവംബറിലാണ് ഒരു ബോട്ടം ലെവലിലോട്ട് എത്തുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ 2 അസറ്റും, അത് ഗോൾഡും ബിറ്റ്കോയിനും മുകളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് ഗോൾഡിന്റെ പ്രൈസ് ബിറ്റ്കോയിന്റെ പ്രൈസിനെക്കാളും വലിയ രീതിയിലാണ് മുകളിലോട്ട് പോകുന്നത്, അല്ലെ? അതായത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ജനുവരി 2025 മുതൽക്ക് ഗോൾഡിന്റെ പ്രൈസ് കഴിഞ്ഞ 12 മാസം മുകളിലോട്ട് പോയിരിക്കുന്നത് 80% ആണ്, 80%. പക്ഷെ അതേസമയം ബിറ്റ്കോയിന്റെ പ്രൈസ് ഏകദേശം 15% താഴോട്ട് വന്നിട്ടുള്ളത്. അതായത് 2025 ജനുവരിയിൽ ഏകദേശം ബിറ്റ്കോയിന്റെ പ്രൈസ് $1,09,000 ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ $89,000 ആണ്.
അപ്പോൾ ഏകദേശം വലിയ രീതിയിലാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് ബിറ്റ്കോയിൻ ഗോൾഡിന് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗോൾഡ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് നമ്മൾ ഇതേ കാര്യങ്ങൾ നമ്മൾ ഈ ചാർട്ടിൽ സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. സോ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 2019 ഗോൾഡിൻ്റെ പ്രൈസ്, ഈ മുകളിലുള്ള ചാർട്ട് ഗോൾഡിൻ്റെ പ്രൈസാണ്, വളരെ ശക്തമായിട്ട് മുകളിലോട്ട് പോകുന്നു. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ആയിട്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു കൊറോണ ക്രാഷ് വരുന്നു. അതിന് ശേഷമാണ് ഗോൾഡിൻ്റെ പ്രൈസ് ഒരു ടോപ്പ് ലെവലിലോട്ട് എത്തിയതിന് ശേഷമാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ ഒരു ടൈം ഫ്രെയിമിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് വളരെ ശക്തമായിട്ട് മുകളിലോട്ട് പോകുന്നു. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അണ്ടർ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ $89,000 ഉള്ളത് കഴിഞ്ഞൊരു 12 മാസമായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു ടൈം ഫ്രെയിം, അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള കാരണങ്ങളും, അതായത് ഇപ്പോൾ നിലവിൽ താരിഫ് വാർ കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ഗ്ലോബലി ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ വേറെയും ഒരുപാട് പ്രോബ്ലംസ് നിലവിലുണ്ട് അല്ലേ. മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള ഈ ഒരു കഴിഞ്ഞൊരു 1 ഇയർ. അത് കാരണം കൊണ്ടാണ് ഏറ്റവും സേഫ് ഹാവൻ ആയിട്ടുള്ള, റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഇത് കുറേ കാലങ്ങളായിട്ട് ഒരു സേഫ് ഹാവൻ ആയിട്ടുള്ള ഗോൾഡ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നത്, മറ്റുള്ള അസറ്റ് ഗോൾഡിന് അണ്ടർ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് നടക്കുന്ന ഇതേ കാര്യങ്ങൾ തന്നെയാണ് 2019 ജൂൺ മുതൽക്ക് 2020 നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2019 റെപ്പോ മാർക്കറ്റ് ക്രൈസിസ്, ഒരു ബാങ്കിങ് ക്രൈസിസ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇൻവേർട്ടഡ് ഈൽഡ് കർവ് നടക്കുന്നത്. അതായത് 2019 ഓഗസ്റ്റിലാണ് US-ലുള്ള ലോങ് ടേം ഈൽഡ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഈൽഡിനെക്കാളും കുറയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. അതിനെയാണ് ഒരു റിസഷൻ വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിനാരിയോ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ 2019 ഇന്ന് നമ്മൾ കാണുന്ന US-ഉം ഇറാനും തമ്മിലുള്ള ഇതേ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അന്നുമുണ്ട്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ പഴയ ട്വീറ്റുകൾ, മെയ് 2019 ട്വീറ്റുകൾ, അതായത് ട്രംപിൻ്റെ ഒരു ട്വീറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറാൻ വാണ്ട്സ് ടു ഫൈറ്റ് ദാറ്റ് വിൽ ബി ദ ഒഫീഷ്യൽ എൻഡ് ഓഫ് ഇറാൻ. അത് ഈ ട്വീറ്റൊക്കെ നമ്മൾ 2019 മാർക്കറ്റിലുള്ള ആളുകൾക്ക് എന്താ പറയുക, ഓർമ്മ കിട്ടും എന്ന് വിചാരിക്കുന്നു. സോ അന്നും ഇതേ ഒരു എന്താ പറയുക, ഒരു സിനാരിയോ തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. ഓരോ ദിവസവും ട്രംപ് ട്വിറ്ററിലൂടെ ഇറാൻ്റെ പ്രസിഡൻറ്റിനെയും ഒക്കെ ത്രട്ടൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളായിരുന്നു അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ 2020 ബിഗിനിങ്ങോട് കൂടിയിട്ട് തന്നെ കാസിം സുലൈമാനിനെ ബാഗ്ദാദിൽ വെച്ച് കൊല്ലുന്നു. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ, ജിയോ പൊളിറ്റിക്കലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന US-ഉം ഇറാനും തമ്മിലുള്ള ഇതേ പ്രശ്നങ്ങൾ 2019-20 കാലഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ താരിഫ് വാർ കാര്യങ്ങൾ, ചൈനയുമായിട്ടുള്ള താരിഫ് കാര്യങ്ങൾ, അന്നും പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു. അപ്പോൾ അന്നും ഇതേ താരിഫ് വാർ കാര്യങ്ങൾ അന്നും നടക്കുന്നുണ്ട്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് 2019 മെയ് മാസത്തെ ഒരു ന്യൂസാണത്. ട്രംപ് $200 ബില്യൺ ചൈനീസ് ഗുഡ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള താരിഫ് കാര്യങ്ങൾ കൂട്ടി എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓഗസ്റ്റിലും ഉള്ള ഈ ഒരു ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് അനൗൺസസ് ചൈന താരിഫ്സ് ഓൺ അനദർ $300 ബില്യൺ വർത്ത് ഓഫ് ഗുഡ്സ്. സോ ഇന്ന് നടക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അന്ന് നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോവിഡ് ക്രാഷ് കാര്യങ്ങളുണ്ടാകുന്നു. ഈ കോവിഡ് ക്രാഷിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ നടന്നിട്ടുള്ള ഈ ഒരു ക്രിപ്റ്റോയിൽ നടന്നിട്ടുള്ള ഈ ഒരു ഫ്ലാഷ് ക്രാഷുമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2019 ജൂൺ മുതൽക്ക് 2020 ഓഗസ്റ്റ് വരെ നടന്നിട്ടുള്ള അതേ കാര്യങ്ങൾ, എന്ത് കാരണങ്ങൾ കൊണ്ടാണോ ഗോൾഡിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോയതും ബാക്കിയുള്ള അസറ്റ് ക്ലാസ്സുകൾ എസ്പെഷ്യലി ബിറ്റ്കോയിൻ ഗോൾഡിന് അണ്ടർ പെർഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള മാർക്കറ്റിലുള്ള അൺസർട്ടനിറ്റീസ്, അതേ കാരണങ്ങളാണ് ഇന്നും നമുക്ക് മുന്നിലുള്ളത്. കഴിഞ്ഞൊരു 12 മാസമായിട്ട് നമുക്ക് മുന്നിലുള്ള കാരണങ്ങൾ അതേ കാരണങ്ങൾ തന്നെയാണ്. സോ ഇമാജിൻ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം $89,000 അടുത്താണുള്ളത്. ഗോൾഡിൻ്റെ പ്രൈസ് ഏകദേശം $5,000 അടുത്താണുള്ളത്. സോ ഇൻ കേസ് ഗോൾഡ് ഒരു സൈക്കിൾ ടോപ്പിലാണ് ഉള്ളത്, ഇൻ കേസ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിൽ ഉണ്ട്. സോ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് നിങ്ങൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് വരാൻ തുടങ്ങുന്നത് അപ്പോഴായിരിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ ശക്തമായിട്ട് കഴിഞ്ഞ 2021 അല്ലെങ്കിൽ 2020 എൻഡോട് കൂടിയിട്ട് എങ്ങനെയാണോ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങിയത്, അതേപോലെ
അതേപോലെ ഗോൾഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ബിറ്റ് കോയിനും കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന 1,50,000 2,00,000 ആയിരിക്കില്ല ബിറ്റ് കോയിൻ്റെ ഒരു സൈക്കിൾ ടോപ്പ് എന്ന് പറയുന്നത്. അതിലും മുകളിൽ എത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ എല്ലാവരും അല്ലെങ്കിൽ എസ്പെഷ്യലി കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.